ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ ഞാൻ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് അത്ര വലിയ ലോങ് അല്ലെങ്കിലും കുറച്ച് ഞങ്ങളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഉണ്ടല്ലോ, ഞങ്ങളൊരു 10-12 എടുത്തിട്ടുണ്ട്. പക്ഷേ അത്രക്കൊന്നും ആവശ്യമില്ല, കുറച്ച് തോനെ നമ്മൾ എടുത്തതാണ്. ഏകദേശം ഒരു കിലോ ചിക്കനിക്കൊരു 5-6 മുളക് മതി. നമ്മൾ കുറച്ച് തോനെ എടുത്തിട്ട് അതിൻ്റെ ഞെട്ടിണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് വേവിച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടിയിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു നെറ്റിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ഒതുങ്ങെങ്കിൽ നമുക്ക് ചെറിയ മിക്സിൻ്റെ ജാർ എടുത്താലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതും എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും അതേപോലെ തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയും കുറച്ച് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ ആ മുളക് വേവിച്ച വെള്ളമില്ലേ അതിട്ടിട്ട് നല്ലോണം അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല വെള്ളം പോലെ ആക്കും വേണ്ട, കാരണം ഇനി അതിലേക്ക് നമ്മൾ സുർക്കൊക്കെ ഒഴിക്കുന്നതാണ്. അപ്പോൾ അത് പാകത്തിന് നമ്മൾ ചിക്കൻ ഇട്ടെടുക്കുക. ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യണ മാതിരി ചെറുതാക്കി പീസ് ആക്കാതെ കുറച്ച് വലുപ്പത്തിൽ പീസാക്കുക കേട്ടോ. അതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ബാക്കി കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കാരണം അതാദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇതൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്ക് കായൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയൊന്നും അതിലിട്ടിട്ടില്ല, ഡയറക്റ്റ് ഇതിക്കിട്ടിട്ട് നമ്മളെ ചിക്കനിക്ക് നല്ലൊന്നുണ്ട് തേച്ച് പിടിപ്പിക്കുക. വലിയ കഷ്ണമായതുകൊണ്ടൊന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ സാധാ ചിക്കൻ ഫ്രൈക്കൊക്കെ ഇടുന്നമാതിരി തന്നെ കോൺഫ്ലവർ 2 ടീസ്പൂണും അരിപ്പൊടി കുറച്ച് ക്രിസ്പിനെസ്സിന് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതേ മസാല ഉണ്ടാവും ചിക്കൻ പുരട്ടിയേ, ആ മസാലയ്ക്ക് നമ്മൾ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നല്ലൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കുക. അതാണ് ഈ പയ്യോളി ചിക്കൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു മുരി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇട്ട് നല്ലൊരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ ഹെൽത്ത് നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം, കാരണം ഇത് പൊറാട്ടയും ചപ്പാത്തിയും ഒക്കെ നടക്കും. പിന്നെ ഇവിടെ എല്ലാവർക്കും നെയ്ച്ചോറിനോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കണ മാതിരി തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഗരം മസാലേൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പട്ട ഗ്രാമ്പു ഏലക്കായി അതൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ആ റോസ്റ്റ് ചെയ്ത ഉള്ളിയും പാടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരി ഇട്ടൊന്ന് വഴറ്റി എടുത്ത് പിന്നെ അത് ചിക്കൻ അപ്പുറത്ത് നല്ല മുരിമുരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബേ ലീഫിൻ്റെ ഇല ഇടലില്ല, ഇവിടെ നെയ്ച്ചോറിൻ്റെ കൈതാന്നത് പറയട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ടാവും, എല്ലാവരും കുറേ കാലം അതിട്ടിട്ട് നമ്മളൊരു ചോറ് അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് ആ ചിക്കനിന് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ കുറച്ച് കറിക്ക് മാറ്റി വെച്ചിരുന്നു. അതിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് അടുപ്പത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണില്ല, ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട്, ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്ക് അറിയണമല്ലേ. അപ്പോൾ അതിന് ശേഷം അതും അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം ഇതാ നെയ്ച്ചോറായി. അപ്പം നെയ്യൊക്കെ ഇട്ട് അടിപൊളിയായിട്ട്, കാരണം അത് ഞാനിപ്പോൾ നെയ്ച്ചോറിൽ നെയ്യിടില്ല, ലാസ്റ്റ് ഇട്ടാലും നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈന് ശേഷം ആ തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം മസാല പുരട്ടിച്ച് ആ മസാല പുരട്ടിച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. നല്ലോണം കറുത്തിട്ട് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അതിന് ശേഷം കറി മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അതൊന്നും കൊണ്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം ചിക്കൻ കറീൻ്റെ പരിപാടി കഴിഞ്ഞതാ. ഈ ഒരു പാകത്തിന് നമ്മളൊരു കരിഞ്ഞു പോകാത്ത വിധത്തിൽ എന്നാൽ അങ്ങനെ മുരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഈ പൊടി. ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊടി കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ, സാധാരണ നമ്മളെ ചിക്കൻ ഫ്രൈനേക്കാളും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കിയിരുന്നു ഉള്ളിയേറ്റും അതും കൂട്ടിയിട്ട് നൈറ്റിൽ നല്ലൊരു അടിപൊളി ഡിന്നർ അടിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.